ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ നമ്മള് മേക്കപ്പ് വീഡിയോയും അതുപോലെ സ്കിൻ കെയർ വീഡിയോയും ഒക്കെ ഇട്ടിട്ടുണ്ട്. കാണാത്തവരൊക്കെ കണ്ടു നോക്കാം. പിന്നെ ഇപ്പം സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ. കൺസീലർ പാലറ്റിന്റെ റിവ്യൂ, അതുപോലെ പിഗ്മെന്റേഷൻ ഉള്ളവർ അത് ഹൈഡ് ചെയ്യാനായിട്ട് എന്താ ചെയ്യേണ്ടത്, ഏത് ഷെയ്ഡ് യൂസ് ചെയ്യണം, പിന്നെ ഇത് പാലറ്റ് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, ഒരു പാലറ്റ് എങ്ങനെ ചൂസ് ചെയ്യണം, നമ്മുടെ ഷെയ്ഡ് എങ്ങനെ തിരഞ്ഞെടുക്കണം, ഇതൊക്കെ ഒത്തിരി പേര് ചോദിച്ചിരുന്നതാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ അവർക്കുള്ളതാണ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് മാർസിന്റെ കവർ റേഞ്ചസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കൺസീലർ പാലറ്റ് ആണ്. ഇതിന് 549 രൂപയാണ് വരുന്നത്. ഇതിന്റെ മാനുഫാക്ചറിങ് യൂണിറ്റ് ഉള്ളത് ന്യൂഡൽഹിയിലാണ്. ഇത് ഒരു ക്രീമി ടെക്സ്ചറിലാണ് ഉള്ളത്. ഇത് ലൈറ്റ് വെയിറ്റ് ആണ്. അതുപോലെ തന്നെ ഇതിന്റെ ഈ ഒരു സൈഡ് വരുന്നത് കളർ കറക്ടറും ഈ ഒരു സൈഡ് കൺസീലറും ആണ്. അപ്പോൾ ഇതിലെ ഈ കളർ കറക്ടർ നമ്മൾ ചെയ്ത മേക്കപ്പ് വീഡിയോയിൽ കളർ കറക്ടർ യൂസ് ചെയ്തിട്ടില്ല അല്ലേ? അപ്പോൾ ഇത് യൂസ് ചെയ്യേണ്ടത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതിപ്പോ നമ്മൾ എല്ലാ സ്കിൻ ടോണിനും പറ്റുന്ന ഒരു ഷെയ്ഡാണ് ഓറഞ്ച് കളർ കറക്ടർ. അതായത് നമുക്ക് എവിടെയൊക്കെയോ ഡാർക്ക് സർക്കിൾ ഉണ്ട്, ഡാർക്ക് സ്പോട്ട്സ് ഉണ്ട്, പിമ്പിൾ ഉണ്ട്, അതൊക്കെ നമ്മൾ കവർ ചെയ്യുന്നത് ഈ ഒരു ഓറഞ്ച് ഷെയ്ഡ് വെച്ചിട്ടാണ്. അപ്പൊ ഞാൻ ആ ഓറഞ്ച് ഷെയ്ഡ് എടുത്തിട്ടുണ്ട്. ഞാൻ അത് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ചെറിയ രീതിയിൽ അതൊന്ന് ഡാബ് ചെയ്ത് കൊടുക്കാം. ഇതാണ് ഞാനിപ്പോ അവിടുത്തെ ഷെയ്ഡ്. ഇപ്പൊ ഞാൻ ഓൾറെഡി മേക്കപ്പ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാവുന്ന അറിയില്ല, എന്നാലും എങ്ങനെ ഇത് അപ്ലൈ ചെയ്യണം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇത് എല്ലാ ഷെയ്ഡുകാരും ഈ ഒരു ഓറഞ്ച് കളർ യൂസ് ചെയ്താൽ മതി. ഇത് നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ട് അതിന്റെ മുകളിൽ ഫൗണ്ടേഷൻ ആണ് ഇടാൻ പോകുന്നത്. പിന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മളിത് നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്ത് അങ്ങ് കളയരുത്. അപ്പൊ ആ കളർ കറക്റ്റ് ഇട്ടതിന്റെ ആ ഒരു കറക്റ്റ് എന്താണോ നമ്മുടെ ആവശ്യം അത് നടന്നു കിട്ടില്ല. നമ്മൾ മൈൽഡ് ആയിട്ട് മാത്രം ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിനകത്ത് ഇടാൻ പോകുന്നത് ഫൗണ്ടേഷൻ ആണ്. അപ്പൊ ഫൗണ്ടേഷൻ ഇതെന്റെ സെയിം കളർ അല്ല, ഇത് കുറച്ച് ഫെയർ ആയിട്ടുള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റിയതാണ്. ഞാൻ എന്നാലും ഇതൊന്ന് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. ഇതുണ്ടോ, അപ്ലൈ ചെയ്തു. ഇനി നമ്മൾ ചെയ്യുന്നത് ഈ ഒരു ഫൗണ്ടേഷൻ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുത്ത ശേഷം നമ്മൾ കൺസീലർ പാലറ്റിൽ നിന്ന് നമ്മുടെ സ്കിന്നിന്റെ സെയിം ഷെയ്ഡ് ഏതാണോ ആ ഷെയ്ഡ് ഇവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പൊ ആദ്യമേ ഷെയ്ഡ് സെലക്ട് ചെയ്യണം. ഒന്ന് ഈ ഒരു ഷെയ്ഡ്, പിന്നെ ഉള്ളത് ഈ ഒരു ഷെയ്ഡ്. ഈ ഒരു ഷെയ്ഡ് എനിക്ക് ഓക്കെ ആണ്. നമുക്ക് ഓക്കെ ആണെന്ന് തോന്നിയ 2-3 ഷെയ്ഡുകൾ നമ്മുടെ സ്കിന്നിൽ ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് നോക്കാം. ജസ്റ്റ് ഒന്നൊരു സ്പോട്ട് ഇട്ട് കൊടുത്ത് നോക്കാം. എന്നിട്ട് അതിനകത്ത് നമുക്ക് ഏതാണോ നമുക്ക് കറക്റ്റ് ആയിട്ട് തോന്നുന്നത് അത് വേണം നമ്മൾ ചൂസ് ചെയ്യാനായിട്ട്. അപ്പൊ നമ്മൾ ഈ ഫൗണ്ടേഷന്റെ പുറത്ത് ഞാൻ ഈ ഒരു കൺസീലർ ഇട്ട് കൊടുക്കാണ്. അപ്പൊ അത് സെറ്റായി. ഇങ്ങനെയാണ് നമ്മൾ കൺസീലർ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എല്ലാ ഷെയ്ഡുകാർക്കും ഇതിപ്പം ഈ ഒരു 3 സ്റ്റെപ്പിൽ തന്നെ തീരണം എന്നില്ല. കുറച്ച് ഫെയർ ആയിട്ടുള്ള ആൾക്കാർ, അതായത് ഫെയർ കൂടിയിരിക്കുന്ന ആളുകൾ, പിമ്പിളും ആക്നെ പിഗ്മെന്റേഷൻ ഒക്കെ മാറാൻ വേണ്ടിയിട്ട്, അതായത് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഓറഞ്ച് സ്പോട്ട് ഇട്ടു എന്ന് വിചാരിക്കാം. അവർക്ക് അത് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ അത് അങ്ങ് മൈൽഡ് ആവണമെന്നില്ല. അപ്പൊ നമ്മൾ ചെയ്യുക, ഇതിനകത്ത് ഈ പർപ്പിൾ ഷെയ്ഡോ ബ്ലൂ ഷെയ്ഡോ ഇതിനകത്തുള്ള ഏത് ഷെയ്ഡ് വേണമെങ്കിലും ഉപയോഗിക്കാം. പക്ഷെ ഞാൻ നോർമലി ഈ 2 ഷെയ്ഡാണ് അവർക്ക് വേണ്ടി പ്രിഫർ ചെയ്യുന്നത്, ഫെയർ ആയിട്ടുള്ളവർ. അപ്പൊ ഞാൻ ഈ പർപ്പിൾ ഷെയ്ഡ് എടുത്തിട്ട്, എനിക്ക് എങ്ങനെ ഉണ്ടാവുന്ന അറിയില്ല കേട്ടോ, ഒന്ന് കാണിച്ചു തരാം. ഇതിന്റെ മുകളിൽ നമ്മൾ ഈ ഒരു പർപ്പിൾ ഷെയ്ഡ് കൂടി ഇട്ടിട്ട് ഇതൊന്ന് മൈൽഡ് ആക്കി കൊടുക്കണം. ഒന്ന് മൈൽഡ് ആക്കിയിട്ട് ഇനി ഇതിന്റെ പുറത്ത് നമ്മൾ ഫൗണ്ടേഷൻ ഇടുക. ആ ഫൗണ്ടേഷന്റെ മുകളിൽ വീണ്ടും നമ്മുടെ സ്കിന്ന് ഫെയർ ആയിട്ടുള്ളവരാണല്ലോ, അപ്പൊ നമ്മുടെ സ്കിന്നിന്റെ കളർ ഏതാണോ ആ സെയിം ഷെയ്ഡ് നമ്മൾ ഇതിൽ നിന്ന് ചൂസ് ചെയ്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പൊ ചൂസ് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞല്ലോ, ജസ്റ്റ് ഇങ്ങനെ സ്പോട്ട് ഇട്ട് കൊടുക്കുക. 2-3 ഷെയ്ഡ് എടുത്ത് സ്പോട്ട് ഇട്ട് കൊടുക്കുക. അതിനകത്ത് ഏതാണ് നമ്മുടെ സ്കിന്നിന് മാച്ച് ആവുന്നത് ആ ഷെയ്ഡ് എടുത്തിട്ട് നമ്മൾ ഇതിനകത്തേക്ക് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പൊ അത് അവിടെ സെറ്റ് ആയി. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ കൺസീലർ പാലറ്റ് യൂസ് ചെയ്യേണ്ടത്. ഇനി ഇതിനകത്തുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഷെയ്ഡ്, ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഫൗണ്ടേഷന്റെ ഷെയ്ഡ്. അപ്പൊ ഞാനിത് എന്നോട് നമ്മുടെ ഫാമിലിയിൽ ഒരു മെമ്പർ പറഞ്ഞിട്ട് ഞാൻ വാങ്ങിയതാണ് ലാക്മിയുടെ 925ന്റെ ഈ ഒരു ആൽമണ്ട് ഷെയ്ഡ്. അപ്പൊ ചോദിക്കും സെയിം ഷെയ്ഡ് വാങ്ങിച്ചുകൂടായിരുന്നു. ഇതിൽ സെയിം ഷെയ്ഡ് ഇല്ല. പിന്നെ എനിക്ക് എന്റെ അടുത്ത് പറഞ്ഞ സെയിം ഷെയ്ഡിന്റെ ഒരു റിവ്യൂ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, അതുകൊണ്ട് വാങ്ങിയതാണ്. ഇതിന്റെ റിവ്യൂ ഞാൻ ഇട്ടിരുന്നു. അടിപൊളി പ്രോഡക്റ്റ് ആണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ലൈറ്റ് വെയിറ്റ് ആണ്, നന്നായിട്ട് ബ്ലെൻഡ് ആവുന്നുണ്ട്, ഒക്കെ സംഭവം ശരിയാ. പക്ഷെ ഞാൻ ഇത് അപ്ലൈ ചെയ്ത സമയത്ത് നല്ല എഫക്ട് ഉണ്ടായിരുന്നു. ഒരു മണിക്കൂർ ആയപ്പോഴേക്കും എന്റെ സ്കിന്ന് ഗ്രേ കളറായി. അത് എന്റെ സെയിം ഷെയ്ഡ് സെലക്ട് ചെയ്യാത്തതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ ഒരു കാര്യം ഫേസ് ചെയ്യേണ്ടി വന്നത്. അപ്പൊ ഞാനിപ്പോ നിങ്ങൾക്ക് എന്റെ കയ്യിൽ ജസ്റ്റ് ഇതൊന്ന് കാണിച്ചു തരാം. ഇതാണ് ഷെയ്ഡ് വരുന്നത്, കണ്ടോ? ഇതിനകത്ത് നമ്മൾ നമ്മുടെ സെയിം ഷെയ്ഡ് ആക്കണമെന്നുണ്ടെങ്കിൽ ഞാനത് എന്റെ ഫേസിൽ കൂടെ ഒന്ന് ഇട്ട് കാണിച്ചു തരാം. അത് കയ്യിലേക്ക് അങ്ങനെ ഇടുമ്പോൾ വലിയ രീതിയിൽ അറിയുമെന്നറിയില്ല. ഇതാണ് അതിന്റെ ഷെയ്ഡ്, കണ്ടോ? ഇതാണ് ഷെയ്ഡ്. ഇതെന്റെ സെയിം ഷെയ്ഡ് അല്ല. അപ്പൊ നമ്മൾ ഇനി ഈ കൺസീലർ പാലറ്റ് വെച്ച് നമുക്കിത് നമ്മുടെ സെയിം ഷെയ്ഡ് ആക്കി എടുക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ മൾട്ടി യൂസ് ആണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു പാലറ്റ്. അതുകൊണ്ടാണ് എല്ലാവർക്കും ഞാൻ പാലറ്റ് തന്നെ പ്രിഫർ ചെയ്യുന്നത്. അപ്പൊ ഇതിനകത്ത് ഞാൻ ഈ ഒരു കളർ കണ്ടോ, ഇതാണ് ഇതിനകത്ത് ഏറ്റവും ഡാർക്ക് ആയിട്ടുള്ള കളർ. അപ്പൊ അതിൽ നിന്ന് ഞാൻ കുറച്ച് കളർ എടുക്കുന്നുണ്ട്. എന്റെ കയ്യിൽ നൈഫ് പോലത്തെ ഒന്നും ഇല്ല, അപ്പൊ ഞാൻ അതുകൊണ്ട് ബ്രഷ് വെച്ചിട്ട് തന്നെയാട്ടോ ചെയ്യുന്നത്. നിങ്ങൾ അങ്ങനെ ബ്ലെൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബ്ലെൻഡ് ചെയ്യാനായിട്ട് ഒരു പ്ലേറ്റും അതിന് വേണ്ടിയിട്ട് ഒരു നൈഫ് പോലത്തെ സംഭവം എന്തെങ്കിലുമൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കുക.
അപ്പോൾ ഇത് ഞാൻ ബ്ലെൻഡ് ചെയ്യാൻ പോവാം. ഞാൻ ആ ഡാർക്ക് ഷെയ്ഡ് എടുത്തിട്ടുണ്ട്. ഞാൻ ഇതിനകത്ത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാണ്. കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ? ഇനി ഇത് ഞാൻ എന്റെ സ്കിന്നിലേക്ക് ഒന്ന് ഇട്ടിട്ട് കാണിച്ചു തരാം. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്നാണ് എന്റെ വിശ്വാസം. കാര്യം ഇത് അത്രക്ക് എന്റെ സെയിം ഷെയ്ഡ് ആയി പോയി. ഇത് ഇനി ബ്ലെൻഡ് ചെയ്തെടുക്കാം നമുക്ക്. കണ്ടോ? അപ്പൊ ഇങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ സെയിം ഷെയ്ഡിലേക്ക് ഇത് ആക്കിയെടുക്കാൻ പറ്റും, ഇങ്ങനെ ഒരു കൺസീലർ പാലറ്റ് ഉണ്ടെങ്കിൽ. കണ്ടോ? ഇങ്ങനെയാണ് നമ്മുടെ സെയിം ഷെയ്ഡിൽ. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഒരു പാലറ്റ് വാങ്ങിയാൽ മൾട്ടി യൂസ് ആണ്. നമുക്ക് പിഗ്മെന്റേഷൻ ഹൈഡ് ചെയ്യാം, പിമ്പിൾ ഹൈഡ് ചെയ്യാം, ഡാർക്ക് സ്പോട്ട്, ഡാർക്ക് സർക്കിൾ ഇതെല്ലാം ഹൈഡ് ചെയ്യുന്നതിനപ്പുറം നമുക്ക് നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു ഫൗണ്ടേഷന്റെ ഷെയ്ഡ് നമ്മുടെ സ്കിന്നിന്റെ സെയിം ഷെയ്ഡ് ആക്കി എടുക്കാനും അത് നല്ലൊരു കവറേജ് കിട്ടിയ രീതിയിൽ അത് അവിടെ നമുക്ക് അപ്ലൈ ചെയ്യാനും പറ്റും ഫേസിൽ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് ഞാനത് ഈ ഒരു വീഡിയോ സെപ്പറേറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചത്. പിന്നെ ഇനി ഇതിനകത്ത് എനിക്ക് നെക്സ്റ്റ് പറയാനുള്ളത് നമ്മൾ ഫൗണ്ടേഷൻ സെലക്ട് ചെയ്യുന്നത് അല്ലേ, ഒന്ന് തുടച്ചേക്കട്ടെ. ഇനി നമ്മൾ ഫൗണ്ടേഷൻ സെലക്ട് ചെയ്യുന്നതാണ് വലിയൊരു ടാസ്ക് അല്ലേ. അപ്പൊ ആദ്യമായിട്ട് ഫൗണ്ടേഷൻ യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവര് ഡയറക്റ്റ് ഒരു ഷോപ്പിൽ പോയി തന്നെ അത് ഫേസിൽ അപ്ലൈ ചെയ്ത് തന്നെ വാങ്ങിക്കാൻ ശ്രമിക്കുക. അപ്പോൾ അങ്ങനെയുള്ളവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ കുറച്ച് നിങ്ങളുടെ ഷെയ്ഡിന് ചേരുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുള്ള കുറച്ച് ഷെയ്ഡുകൾ സെലക്ട് ചെയ്ത് വെക്കുക. അത് സെലക്ട് ചെയ്ത് വെച്ചിട്ട് ആ ഷെയ്ഡുകളെല്ലാം ഞാനിതിപ്പോ എന്റെ കൺസീലർ പാലറ്റിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. എന്റെ അത്രയും ഷെയ്ഡ്സ് ഇല്ല, നമ്മൾ അത്രയും വാങ്ങി വെക്കണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്റെ ഈ പാലറ്റിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം. ഓരോ ഷെയ്ഡും എടുത്തിട്ട് നിങ്ങൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് വരച്ച് നോക്കുക. ഇത്രയും ഷെയ്ഡ് ഞാനിപ്പോ എടുത്തിട്ടുണ്ട്. ഞാൻ ഈ പാലറ്റിൽ ഈ ഒരു കൺസീലറിലുള്ള എല്ലാ ഷെയ്ഡും ഇപ്പൊ ഇട്ട് നോക്കിയിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ വരച്ച് നോക്കിയിട്ട് ഇതിലേതാണെന്ന് നമ്മൾ സെലക്ട് ചെയ്യണം. നമ്മൾ ഇതൊന്ന് ബ്ലെൻഡ് ചെയ്ത് നോക്കുക. കയ്യിലൊക്കെ നിറച്ച് ഫൗണ്ടേഷൻ ആട്ടോ. നമ്മൾ ഇനി ഇതൊന്ന് ബ്ലെൻഡ് ചെയ്ത് നോക്കുക. കണ്ടോ? നല്ല രീതിയിൽ ബ്ലെൻഡ് ആയിട്ടുണ്ട്. ഇനിയിപ്പോ ഇതൊക്കെ ബ്ലെൻഡ് ചെയ്താലും നമുക്ക് കണ്ടില്ലേ സെയിം കളർ ആവില്ല. കാര്യം എന്ന് വെച്ചാൽ ഇത് കുറച്ച് ഫെയർ ആയിട്ടുള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റിയത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നമ്മുടെ സ്കിൻ ഇപ്പൊ ഞാൻ ഇതിനകത്ത് ഇട്ടയിൽ എന്റെ സ്കിന്നിനോട് ചേരുന്ന ഒന്ന് ഇതുമായിരുന്നു. ഇത് രണ്ടും എന്റെ സ്കിന്നിന് പറ്റുന്നത് തന്നെയാണ്. അപ്പൊ അതിൽ എനിക്ക് ഏത് വേണം, കുറച്ച് ഇരുണ്ട് നിൽക്കുന്നതാണ് സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ അതിനേക്കാളും കുറച്ചും കൂടെ ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു, ഭയങ്കര ബ്രൈറ്റ് അല്ല, ചെറിയ രീതിയിൽ ഒരു ഷെയ്ഡ് വ്യത്യാസത്തിലുള്ള ഒരു കോമ്പാക്ട് പൗഡർ ചൂസ് ചെയ്യും. അപ്പൊ അത് നിങ്ങളുടെ ചോയ്സ് ആണ്. നിങ്ങൾക്ക് അത് ഏത് രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യണം എന്നുള്ളത് നിങ്ങളുടെ ഒരു ചോയ്സ് ആണ്. ഇപ്പൊ ഞാൻ സെലക്ട് ചെയ്യുവാണെങ്കിൽ ഞാൻ ഈ ഒരു ഷെയ്ഡ് സെലക്ട് ചെയ്യാന്ന് വിചാരിക്കുന്നു. കാര്യം എന്ന് വെച്ചാൽ എനിക്കത് ഇട്ടപ്പോൾ ഫേസിൽ കുറച്ചുകൂടെ ഒന്ന് ബ്രൈറ്റ് ആയ പോലെ തോന്നുന്നുണ്ട്. അപ്പൊ ഇതിട്ടിട്ട് എന്റെ കയ്യിലിരിക്കുന്ന കോമ്പാക്ട് പൗഡറിന് ആപ്റ്റ് ആയിരിക്കും. കാര്യം എന്റെ കയ്യിലിരിക്കുന്ന കോമ്പാക്ട് പൗഡർ കുറച്ച് ഡാർക്ക് ആണ്. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിരുന്നു മാക്കിന്റെ ആ ഒരു എന്റെ കയ്യിലിരുന്ന ഫൗണ്ടേഷൻ കുറച്ച് ബ്രൈറ്റ് ആണ്. അതുകൊണ്ട് ഞാൻ കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള നമ്മുടെ കോമ്പാക്ട് പൗഡർ ആണ് ചൂസ് ചെയ്തതെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പൊ എന്റെ കയ്യിലിരിക്കുന്ന ഒരു കോമ്പാക്ട് പൗഡർ വെച്ചിട്ട് എനിക്ക് ഇത് ഓക്കെ ആയിരിക്കും. പക്ഷെ ഈ ഒരു സൈഡിലുള്ളത് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് കോമ്പാക്ട് പൗഡർ അത് ഇട്ട് കഴിഞ്ഞാൽ ഒന്നും കൂടെ ഞാനൊന്നും ഡൾ ആയി പോകും എന്റെ ഫേസ്. അപ്പൊ അങ്ങനെ നിങ്ങളുടെ ചോയ്സിലാണ് നിങ്ങൾ അത് സെലക്ട് ചെയ്യേണ്ടത്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ്. ഞാൻ ഇതൊന്ന് തുടച്ചു കളഞ്ഞിട്ട് ഫേസ് കണ്ടിട്ട് തന്നെ എന്തോ പോലെ. അപ്പോൾ ഈ രീതിയിലൊക്കെയാണ് നമ്മൾ കൺസീലറും ഫൗണ്ടേഷനും സെലക്ട് ചെയ്യേണ്ടത്. പിന്നെ കോമ്പാക്ട് പൗഡറിനെ ഞാൻ ഇതിന്റെ കൂട്ടത്തിൽ തന്നെ പറഞ്ഞു. പിന്നെ ഇനി നമുക്ക് സ്കിൻ ടൈപ്പ് നോക്കാം. ഏത് സ്കിൻ ടൈപ്പ്, എങ്ങനത്തെ ടൈപ്പാണ് നമ്മൾ കൺസീലർ സെലക്ട് ചെയ്യേണ്ടത്. ഇപ്പൊ നമ്മൾ ഡ്രൈ സ്കിൻ ആണെന്ന് വിചാരിക്കാം. ഞാൻ അതിന്റെ മോയ്സ്ചറൈസറും സൺസ്ക്രീനിന്റെ ഒക്കെ എല്ലാം സെപ്പറേറ്റ് ഇട്ടിട്ടുണ്ട്. വീഡിയോ കാണാത്തവർ അത് കണ്ടു നോക്കുക. ഇതിപ്പോ നമ്മൾ പറയാൻ പോകുന്നത് കൺസീലറിന്റെ ആണ്. കൺസീലർ സെലക്ട് ചെയ്യുമ്പോൾ ഡ്രൈ സ്കിൻ ഉള്ളവര് എപ്പോഴും ക്രീമി ടെക്സ്ചറുള്ള കൺസീലേഴ്സ്, അതായത് ഇപ്പൊ മാർസ് ഉറപ്പായിട്ടും ഡ്രൈ സ്കിന്നിന് യൂസ് ചെയ്യാം. അപ്പൊ അതുപോലെ ക്രീമി ആയിട്ടുള്ള കൺസീലേഴ്സും അതുപോലെ സ്റ്റിക്ക് ആയിട്ടുള്ള കൺസീലർ സ്റ്റിക്ക് വാങ്ങാൻ കിട്ടും. അത് കുറച്ചും കൂടെ പ്രൊഫഷണൽ ആയിട്ടാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. എങ്കിലും ഡ്രൈ സ്കിൻ ഉള്ളവർ അത് ചൂസ് ചെയ്താൽ അവർക്ക് നല്ലതായിരിക്കും. അപ്പോൾ സ്റ്റിക്ക് ആയിട്ടുള്ള കൺസീലർ, പിന്നെ ലിക്വിഡ് ആയിട്ടുള്ള കൺസീലർ, ഈ 3 കൺസീലേഴ്സ് ഡ്രൈ സ്കിന്നിന് നല്ലതായിരിക്കും. പിന്നെ മാറ്റ് ഫിനിഷ് ആയിട്ടുള്ളത് ചൂസ് ചെയ്യാതിരിക്കുക. കാര്യം മാറ്റ് ഫിനിഷ് ആയിട്ടുള്ളതാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഡ്രൈ സ്കിന്നിൽ അത് എടുത്തു നിൽക്കും, ഇങ്ങനെ വിണ്ടിരിക്കുന്ന പോലെ ഒരു ഫീൽ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് അത് അവോയ്ഡ് ചെയ്യുക. പിന്നെ യൂസ് ചെയ്യുമ്പോൾ കുറച്ച് ഹൈഡ്രേറ്റഡ് ആയിട്ട് നിൽക്കുന്ന മോയ്സ്ചറൈസറും സൺസ്ക്രീനും യൂസ് ചെയ്യുമ്പോൾ ഈ ഒരു കൺസീലർ ക്രീമി ആയിട്ടുള്ളത് അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് അത് ബാലൻസ് ചെയ്ത് പോകും. ഓയിലി സ്കിൻ ഉള്ളവര് ഈ മാറ്റ് ഫിനിഷ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ ക്രീമി ടെക്സ്ചർ ഉള്ളതും സ്റ്റിക്ക് ആയിട്ടുള്ളതൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോർസ് ഒന്നുകൂടെ പ്രോമിനന്റ് ആകും. അപ്പൊ അത് നല്ല രീതിയിൽ ശ്രദ്ധയിൽ വെക്കണം കേട്ടോ. ഓയിലി സ്കിൻ ഉള്ളവരും പോർസ് ഒക്കെ കുറച്ച് ഓപ്പൺ ആയിട്ടിരിക്കുന്നവരൊക്കെ ആണെങ്കിൽ കൂടുതലും ലിക്വിഡ് ബേസ്ഡ് ആയിട്ടുള്ള കൺസീലേഴ്സ് തന്നെ ചൂസ് ചെയ്യാം.
അതുപോലെ തന്നെ സെൻസിറ്റീവ് ആയിട്ടുള്ളവരും നമുക്ക് കോമ്പിനേഷൻ സ്കിൻ ഉള്ളവരും ഒക്കെ ഈ ഒരു ലിക്വിഡ് ബേസ്ഡ് തന്നെ ചൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. പിന്നെ ഈ കോമ്പിനേഷൻ സ്കിന്നിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ സ്കിൻ ഉള്ളവർ നമുക്ക് കുറച്ച് പൗഡർ ആയിട്ടുള്ള കൺസീലേഴ്സ് വാങ്ങാൻ കിട്ടും. എക്സ്പെൻസീവ് ആണ് കുറച്ച്, പക്ഷേ ഈ പൗഡർ ബേസ്ഡ് ആയിട്ടുള്ള കൺസീലേഴ്സ് ആണെങ്കിൽ അവർക്ക് കുറച്ചുകൂടെ നല്ലതായിരിക്കും. അത്യാവശ്യം നല്ല രീതിയിൽ ആക്നെ ഉള്ളവര് നമ്മളത് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റിക്ക് ആയിട്ടുള്ള കൺസീലർ ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ പറയാനുള്ളത് നമ്മുടെ പിഗ്മെന്റേഷൻ ഉള്ളവര് ഒരു 40+ ആകുമ്പോഴേക്കും നമുക്ക് ചെറിയ രീതിയിൽ പിഗ്മെന്റേഷൻ ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ പിഗ്മെന്റേഷൻ വലിയ രീതിയിൽ എഫക്ട് ചെയ്തിരിക്കുന്നവര് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. പക്ഷെ അങ്ങനെ ചെയ്യേണ്ടവര് അത് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സ്റ്റിക്ക് ആയിട്ടുള്ള കൺസീലർ ചൂസ് ചെയ്തത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ 12, 13 ആ ഒരു ഏജിലുള്ള കുട്ടികളല്ലാതെ അതിൽ താഴെയുള്ള കുട്ടികൾക്ക് ഇപ്പൊ നമ്മളൊരു ഫംഗ്ഷന് വേണ്ടിയിട്ടാണെങ്കിലും ഒരു ഇപ്പൊ ഡാൻസ് കളിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനെയുള്ളവർക്കൊക്കെ ആണെങ്കിലും അതൊന്നും ഉപയോഗിക്കാനായിട്ട് കൊടുക്കരുത്, മാറ്റി നിർത്തുക. കൺസീലർ ഒരു 13 വയസ്സിന് മുകളിലേക്ക് മാത്രം നിങ്ങൾ കൊടുത്താൽ മതി. ഇനിയുള്ളത് നോർമൽ സ്കിൻ ആണല്ലേ. നോർമൽ സ്കിൻ ഉള്ളവര് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പൊ അത് നിങ്ങളുടെ വിഷ് ആൻഡ് വില്ലാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നമ്മൾ കൺസീലർ, ഫൗണ്ടേഷൻ, കോമ്പാക്ട് ഇതിൽ കവർ ചെയ്തിട്ടുണ്ടെന്നാണ് എന്റെ വിശ്വാസം. ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ബൈ.